ഗുരുതാന്മാർക്കും എൻ്റെ സഹപാഠികൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഓണാശംസകൾ. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. ഇത് അനുകരണ കലയാണ്. ആരെയും അങ്ങനെ എടുത്താക്ഷേപിക്കാനോ ദ്രോഹിക്കാനോ വേണ്ടിയുള്ളതല്ല. പിന്നെ ഞങ്ങൾ വരുത്തുന്ന തെറ്റൊക്കെ ഒന്ന് ക്ഷമിച്ച് പുറത്തന്നെ ജേക്കബ് സാറ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിലൂടെ എന്ത് തെറ്റുകളിലും നടത്താറ്. ആ വാക്കുകളാണ് ഞാൻ അപ്പോൾ ചേട്ടന്മാരെ, ചേച്ചിമാരെ, കൂട്ടുകാരെ, സാറന്മാരെ, മാഡം, നിങ്ങളുടെ കാര്യമൊന്ന് അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഞങ്ങൾ തുടങ്ങാം. അപ്പോൾ ഈ സ്കിറ്റ് എന്ന് പറയുന്നത് ഞങ്ങളൊരു MBA കോളേജിൽ കുറച്ച് നടന്മാരും പൊളിറ്റിക്സിലുള്ള കുറച്ച് മാന്യന്മാരൊക്കെ കൂടി MBA പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നാണ് സ്കിറ്റാണ്. അതോടൊപ്പം തന്നെ അവർ ഒരു ബാംഗ്ലൂർക്ക് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോകുമ്പോൾ അവരെ ബസ്സിൽ കയറിയാൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുകൂടിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തുടങ്ങുകയാണ്. ഹലോ, മാഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡീനാണ് സംസാരിക്കുന്നത്. ആരെ വേണ്ടത്? എന്താ കാര്യം? എൻ്റെ അസോസിയേറ്റ് ഡീനോ ഏത് നമ്മുടെ സത്യൻ സാറെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ ഇവിടെയില്ലല്ലോ. എന്താ കാര്യം? എന്താണ് കേൾത്തന്നെ ഫോണിൽ വെച്ച് ഡെലിവറി ഒന്നേ ഇത് വെച്ചിട്ട് പോടാ പറ്റി. എടോ സത്യൻ സാറേ, തേനെവിടെ പോയാണ് കേൾക്കുന്നത്? സാറെന്നെ വിളിച്ചായിരുന്നോ? എടോ, എന്താണ് തന്റെ കയ്യിലൊരു കണ്ണാടി? സാറേ, ഇതാണ് മിറർ ഓഫ് ബാലൻസ് ഷീറ്റ്. സാറേ, പിള്ളേരൊക്കെ പറയുന്നു ഞാൻ പഠിപ്പിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവില്ല. വന്ന് എന്താ പഠിപ്പിക്കണെന്ന് ഞാനും മറന്നുപോയി. എന്നാ തനിക്ക് വേറെ വല്ല പണിക്കുമ്പോ കൂടെ? സാറേ, ഞാൻ പണ്ട് ഡൽഹിയിലായിരുന്നപ്പോ 13 ബാങ്കിന്റെ കൺസോർഷ്യം ഈ കൈകൊണ്ട് നടത്തിയിട്ടുള്ളത് 1350 കോടി രൂപ ഈ കൈകൊണ്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഡൽഹിയിൽ ഞാൻ സിംഹത്തിന്റെയും പുലിയുടെ ഒക്കെ കൂടെയാണല്ലോ പഠിക്കുന്നത്. സത്യം പറയടാ, നീ വല്ല കാഴ്ച ബംഗ്ലാവിലോ സർക്കസ് കൂടാതെ അവിടെ കണക്കെഴുതാനുള്ളത്? സാറേ, എന്റെ ലവ്ലിയും ബ്യൂട്ടിയുമായിട്ടുള്ള ഹൃദയം നിങ്ങളൊന്നും മനസ്സിലാക്കണം. അത് നമ്മുടെ കോളേജിൽ നിന്നും അഴിക്ക് പോകാനുള്ള പേരുള്ള ലിസ്റ്റ് ഒന്നും എനിക്ക് തന്നെ. അത് നമ്മുടെ എത്തിച്ചെടുക്കുന്ന ജനാർദ്ദൻ സാർ എവിടെയോ? ഹലോ, ആരാ സംസാരിക്കുന്നത്? സാറേ, ഞാൻ രാധയാ. ഓ, രാധയോ? അതെ, രാധ എവിടെന്താ? സാറേ, ഞാൻ ആലപ്പുഴന്നാ. ഓ, ആകെപ്പുഴയാണെന്നോ? അല്ല സാറേ, ആലപ്പുഴന്നാ പറഞ്ഞത്. അതെ, രാധ എന്തിനാ ഇപ്പൊ വിളിച്ചത്? സാറേ, ഇന്ന് ഐവിക്ക് പോകുമ്പോ ഞാൻ വരുന്നില്ലാടാ സാറേ. എനിക്ക് ഭയങ്കര തലവേദനയാ. ഓ, രാധയില്ലാതെ എനിക്കെന്ത് ആഘോഷം. അതെ, രാധയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സാറേ, ഇപ്പൊ എന്റെ വീട്ടിൽ ആരുമില്ല. ഓ, എന്റെ രാധ. എന്റെ സാറേ. ഓ, എന്റെ രാധ. പിന്നെ രാധയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, സാറിടക്കിടാറുള്ള വീഡിയോ ഒക്കെ അത് കണ്ട് ഞങ്ങൾ കോരി തിരിച്ചു പോയിട്ടുണ്ട് സാറേ. ഓ, താൻ ഭയങ്കര തനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണല്ലേ അത്. സാറ് ഭയങ്കര തമാശക്കാരനാണല്ലോ. ഞാൻ തമാശക്കാരൻ മാത്രമല്ല, കുറച്ച് മോശക്കാരനും കൂടിയാ. ആട്ടെ, രാധയെ കൂടാണ്ട് വീട്ടിൽ വേറെ പെൺകുട്ടികളുണ്ടോ? സാർ എന്തോ ഉദ്ദേശിച്ചേ? ഞാൻ ഉദ്ദേശിച്ചത് രാധയെ കൂടാതെ വേറെ പെൺകുട്ടികളുണ്ടോ എന്ന്. സാറ്, ഞാൻ പെൺകുട്ടിയല്ല, ഞാൻ ആൺകുട്ടിയാ. രാധാകൃഷ്ണ സാറേ, തെറ്റിയതാ. എന്റെ ഫോണിൽ കൂടെ വിളിക്കുമ്പോ ഈ സൗണ്ട് മാറണ കാരണം. ഓ, എടാ പട്ടി, എടാ വെച്ചിട്ട് പോടാ അവിടുന്ന്. മാഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന നമ്മുടെ ബസ് കോളേജിന് മുമ്പിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറാനുള്ളവർ എത്രയും പെട്ടെന്ന് കയറണം. പിന്നെ ഫുട്ബോൾ യാത്രയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരോട് അകത്തേക്ക് കയറി നിൽക്കാനാ പറഞ്ഞത്. എന്താണോ രാഷ്ട്രീയക്കാര് അവിടെ ചർച്ച? സത്യത്തില് ഞങ്ങളിവിടെ വിദ്യാഭ്യാസപരമായ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പണ്ടൊക്കെ
കുട്ടികള് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നുമല്ല, പഠിച്ചതൊന്നും മറന്നു പോവല്ലേ എന്നാണ്. പക്ഷേ ഇപ്പോഴ് കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുന്നത് ചോദ്യപേപ്പർ മാറിപ്പോവല്ലേ എന്നാണ്. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഈ വണ്ടി അതിവേഗം ബഹുദൂരം ബാംഗ്ലൂർ എത്തിച്ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിനെ കുറിച്ച് നമ്മുടെ കേന്ദ്രമന്ത്രി AK ആന്റണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പൈസയും മറ്റൊരു കാര്യം മാത്രം പറയാൻ, കയ്യിലാണ് 5 പൈസ ഇല്ല. വഴിക്ക് വെച്ചൊരു പിച്ചക്കാരൻ ചോദിച്ചാൽ കുടിക്കാൻ പോയി 10 പൈസ അത്ര. ഇതിനെ കുറിച്ച് കരുണാകരനൊന്നും പറയാനില്ലേ? എനിക്ക് എന്താണ് പറയുന്നത്? സത്യത്തിൽ ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് എൻ്റെ മകൻ മുരളീധരന് രാഷ്ട്രീയത്തിൽ ശോഭിച്ചില്ല? എന്തുകൊണ്ട് എൻ്റെ പപ്പിക്കുട്ടി രാഷ്ട്രീയത്തിൽ ശോഭിച്ചില്ല? യുവമാരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ച് ഞാൻ ഇവിടുന്ന് പോകും. ഇതിനെ കുറിച്ച് നമ്മുടെ VS അച്യുതാനന്ദൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന വണ്ടി എവിടെയാണ് നിൽക്കുക? അതങ്ങ് ഗോവയിലെ നിൽക്കൂ. കാരണം ഈ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. അതിവേഗം ബഹുദൂരമല്ലേ അദ്ദേഹത്തിന്റെ യാത്ര. എന്താണോ കൊച്ചു പ്രേമം വെകിലി പിടിച്ച് വണ്ടി കോട് ഓടി നിൽക്കുന്നത്? സാറേ, വണ്ടിയിൽ പട്ടിയെ പിടിച്ച് കയറ്റിയത് ഒട്ടും ശരിയായില്ല കേട്ടോ. കോളേജിന്റെ മുമ്പിൽ കോട് ഓടി നടക്കുന്ന പട്ടിയെ പിടിച്ച് MBA കാർ പിടിച്ച് ബസ്സിൽ കയറ്റിയത് ശരിയായില്ല കേട്ടോ. ഇനി പട്ടീന്റെ സൂക്ഷിക്കുക എന്നൊരു ബോർഡ് എഴുതി വെക്കണം കേട്ടോ. പക്ഷേ ഇനി ആരൊക്കെ ബസ്സിൽ കയറാനുണ്ട്? ഇനി നമ്മുടെ കല്യാണനിയമം കൂടി കയറാനുണ്ട്. കല്യാണനിയമം എഴുതി അവൻ കൊച്ചി മഹാരാജാവിന്റെ കയ്യിൽ നിന്നും പൊട്ടും കഴയും വാങ്ങിച്ചിട്ടുള്ളവരാ, അല്ല വട്ടം വളയും വാങ്ങിച്ചിട്ടുള്ളവരാ. പക്ഷേ നെടുമുടി വേണുണ്ട് ഭയങ്കര മ്ലാനതയിൽ പഠിത്തു. സാറേ അറിയോ, എന്റെ മകൻ ഉണ്ണി പൂരം കാണാൻ പൂരപ്പടിക്കരുടെ കൂടെ പോയതാ 10ാം വയസ്സില്. പിന്നെ ഇതേവരെ തിരിച്ചു വന്നിട്ടില്ല. ഈ ബാംഗ്ലൂർ യാത്രയിലെങ്കിലും അവരൊക്കെ കണ്ടുപിടിക്കാതെ കരുതി. കൊച്ചി ഹനീഫ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ കൊച്ചി ഹനീഫ്? ആസറ് ഒരു സന്തോഷത്തുണ്ട്. ചെത്താന്നറിയോ? കീർക്കട ചത്തു. പിന്നെ ഒരു ദുഃഖത്തുണ്ട്. അത് പാരി പറിച്ചു. സത്യമായിട്ട് പാരി പറിച്ചു സാറേ. എന്താന്നറിയോ? മൂത്തത്തെ കള്ളായിരുന്നു, മൂത്തത്തെ കള്ള്.